ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതി ലിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഡേ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് ഇന്ന് നമുക്കൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പത്തിൻ്റെ മാവാട്ടോ. ഞാനിത് അരച്ചു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയി ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ മാവാട്ടോ. അപ്പോൾ നമുക്കിനി നമുക്കൊരു അപ്പച്ചട്ടിയൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവ് ഒഴിക്കാം. പിന്നെ ചുറ്റിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ചുട്ടെടുക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഗ്രീൻ പീസ് കറി ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ളത് കാരണം നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് സൈഡ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതുപോലെ സൈഡ് അടുപ്പിൽ നിന്ന് ഗ്രീൻ പീസ് ഒന്ന് തിളച്ച് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നീ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കി അപ്പം ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഉച്ചത്തെ ചോറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അത് നമുക്കിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇന്ന് നുറുക്കി കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നല്ലതുപോലെ വെന്തപ്പഴയും കുറച്ച് തേങ്ങ, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, 2 ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ ചാല ക്രഷ് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഈ കൂട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി കറിവേപ്പില, നമ്മുടെ വീട്ടിലെ നാടൻ കറിവേപ്പിലയാണ്, നല്ല മണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചടി ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കുക്കറിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കട്ടിയാണ്, നമ്മുടെ വെള്ളരിക്കാളും കുറച്ചും കൂടെ ഒരു കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ 2 വിസിൽ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുമ്പളങ്ങയിലേക്ക് കുറച്ച് ഉപ്പിട്ടു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല സ്മെല്ലാട്ടോ ഇവിടെ, നല്ല അടിപൊളി നല്ല സ്മെല്ലാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഈ അടുപ്പത്ത് തന്നെ നമുക്ക് നമ്മുടെ കുക്കർ വെക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കുമ്പളങ്ങ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടച്ചു. ഇനി നമുക്ക് വിസിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കുമ്പളങ്ങ വേസ്റ്റൊക്കെ ഞാൻ എടുത്തു. കുമ്പളങ്ങ കട്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നില്ല. അപ്പോൾ കുമ്പളങ്ങയുടെ പുറം തൊലിക്ക് ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിലായപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് നമ്മുടെ കുക്കറിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നമുക്കിനി ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സൈഡ് എടുപ്പത്ത് ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ കറി വെച്ച മീനുണ്ടല്ലോ, ചൂര മീൻ. അപ്പോൾ അതിലൊന്ന് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് അത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂർ, ഒരു 45 മിനിറ്റ് ഞാൻ അതിനെ ഒന്ന് റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഫ്രൈ പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കുറച്ചെടുത്ത് മാറ്റി കേട്ടോ. കാരണം നമ്മൾ പച്ചടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ലൂസായിപ്പോൾ നമ്മൾ സ്പൂണിൽ കോരി എടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ കിട്ടണം. അതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി അരപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഏകദേശം 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് നമുക്ക് ഈ ഒരു പച്ചടി ഒന്ന് മാറ്റിയതിന് ശേഷം ആ അടുപ്പിൽ തന്നെ ഞാൻ ഇവിടെ കുറച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ കുമ്പളങ്ങയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂര ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ, ഭയങ്കര തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മാത്രം തീ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിവേപ്പിലേക്ക് ഇതിൽ ചേർത്തു. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങയിലേക്ക് ഈ കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാവേ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ഈ കടുക് പൊടിക്കുന്ന ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും. പക്ഷേ ഇവിടെ വറ്റൽമുളക് വാങ്ങിയതിലില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള നമ്മുടെ പച്ചടിയാണ്, കുമ്പളങ്ങ പച്ചടിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ വെള്ളരിക്ക പച്ചടി വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചൂര ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് പാക്ക് ചെയ്യാം കേട്ടോ. ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചോറ് ചേട്ടനും എടുക്കണം. അതുപോലെ എല്ലാവർക്കും ഉള്ളതൊക്കെ പാക്ക് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളിന്ന് മിറ്റുവിൻ്റെ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിറ്റു ഇന്ന് ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മിറ്റുവിന് വൈറ്റ് ഡ്രസ്സ് ആയിരുന്നു. കുറേ കുട്ടികൾക്ക് റെഡ് കളറും മിറ്റുവിന് വൈറ്റ് ഡ്രസ്സും ആണ് കേട്ടോ. അപ്പോൾ മിറ്റു നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മിറ്റുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫാദർ, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. മിറ്റുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ മിറ്റു ഭയങ്കര ഹാപ്പിയാണ്. മിറ്റുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. മിറ്റു എല്ലാവരും പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ കുട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു.
അപ്പോൾ ഞങ്ങളിവിടെ കുറേ സമയം ഇരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആനുവൽ ഡേ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ, കാരണം അവർക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലോ, ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാം. പിന്നെ അങ്ങനെ നല്ല രസമല്ലേ, അപ്പം എല്ലാവരും കൂടെ ഭയങ്കര എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നടക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ റെഡിയായി ഒരുങ്ങിയൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡാൻസും പാട്ടും കുറേ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. വീട്ടിലെ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയപ്പോഴേക്കും വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വീട്ടിൽ പോകുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഭയങ്കര അടുത്തല്ലേ, അപ്പോൾ പെട്ടെന്ന് എത്തും. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ പോയിട്ട് ചപ്പാത്തിയും നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീട്ടിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേട്ടോ. പ്രോഗ്രാംസ് ഒക്കെ കുറേ ഡ്രസ്സൊക്കെ മാറ്റി, പിന്നെ നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ഈ ചിക്കൻ സ്റ്റൂ കൂടെ ഉണ്ടാക്കി കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ചപ്പാത്തിയും അതുപോലെ ഞാൻ അതിന് സവോള ചപ്പാത്തി ചുട്ടെടുത്തു. സവോള വഴറ്റും കുറച്ച് കൽപ്പിനും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ കുക്കറിൽ നമ്മുടെ ചിക്കൻ പീസസ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒരു 3 വിസിലായപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് വൈറ്റ് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവിന് ഞാൻ പച്ചമുളക് ഇതിലേക്ക് ആഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാൽ മാത്രം ഇതിലേക്ക് ആഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റ് എടുത്തു, അതിലേക്ക് ചപ്പാത്തി വെച്ചു. പിന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂവും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടയർഡാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.